തെങ്ങ് ചതയ്ക്കില്ല എന്നാണല്ലോ. കുറച്ചിവിടെ വിശ്രമിക്കാം. ഇവനല്ലേ ആ ഉടായിപ്പൻ? ഇവനിട്ടൊരു പണി കൊടുക്കണം. അയ്യോ അയ്യോ, എന്റെ തല പോയേ. അയ്യോ, എന്റെ തല. തെങ്ങ് ചതിക്കില്ല എന്നല്ലേ ഈ തെങ്ങ് പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? ഡേ തെങ്ങ്, നിനക്കറിയില്ലേ ആ പഴഞ്ചൊല്ലി? അറിയാഞ്ഞിട്ടല്ലടാ, നിന്നെപ്പോലുള്ള തൊരപ്പന്മാരെ ഞാൻ വെറുതെ വിടാറില്ല, കേട്ടോടാ. ആഹാ, നല്ല ഇളം കാറ്റ്. ഓർമ്മയുണ്ടോടാ ഉടായിപ്പാ നിനക്ക് ഈ മുഖം? അതെവിടുന്ന ഒരു ശബ്ദം? ഞാനാടാ. നീ അന്ന് ചത്തില്ലായിരുന്നോ? എടാ ദുഷ്ടൻ ചുടായിപ്പാ, മൃഗസംരക്ഷണ യോഗമുണ്ടെന്ന് പറഞ്ഞ് എന്നെ ആ മല്ലൻ കീരിയുടെ ഗുഹയിലേക്ക് അയച്ചൂലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും എവിടെ പോയോ ആവോ? ഹലോ മിസ്റ്റർ പാമ്പച്ചൻ, എന്തുണ്ട് വിശേഷം? നമ്മുടെ കാടിനിതെന്തു പറ്റി? ഒരിടത്ത് നിശബ്ദത, മറ്റൊരിടത്ത് ശൂന്യത. എന്താ ആരും ഒന്നും പറയാത്തെ? ഇവനിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയ അവസരമാണിത്. ഇവനെ സൂത്രത്തിൽ ആ മല്ലൻ കീരിയുടെ ഗുഹയിലെത്തിക്കണം. ഡേയ്, എന്തോന്നാ നീ ചിന്തിക്കുന്നത്? അത് പിന്നെ അപ്പോ നീ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഡേയ്, എല്ലാരും മൃഗസംരക്ഷണ യോഗത്തിൽ പങ്കെടുക്കാൻ പോയതാ. അപ്പൊ നീ പോയില്ലേ? അത് ഞാൻ അവിടേക്കല്ലേ പോകുന്നത്. എന്നാൽ ഞാനും വരാം. ഈ യോഗത്തിന്റെ കാര്യം എന്താ ഞാൻ മാത്രം അറിയാതിരുന്നേ? ഇപ്പോ അറിഞ്ഞില്ലേ? അതൊക്കെ പോട്ടെ, എനിക്കൊരു പാട്ടു പാടാൻ തോന്നുന്നു. ഹാ, എന്നാ പാട്. നല്ല ഒരു കഴുതരാഗം കേട്ടിട്ട് കുറേ കാലമായി. നീ എന്നെയാണോ കളിയാക്കുന്നേ? നീ പാട്. സമയമാം രഥത്തിലൊരാൾ സ്വർഗയാത്ര പോകുന്നു. ഇവിടാണ് യോഗം. ഈ ഗുഹയ്ക്കുള്ളിലാണ് യോഗം. വിട്ടോ, നീ വിട്ടോ. എന്നാ നീയും വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അത് പിന്നെ എനിക്ക് മൂത്രമൊഴിക്കണം. നീ പോയിക്കോ, ഞാൻ വന്നോളാം. ഹാ, ശരി. വേഗം പോയിക്കോ. നീ ഇപ്പോൾ പോകുന്നത് മല്ലൻ കീരിയുടെ വായ്ക്കകത്തേക്കാണ്. മൃഗസംരക്ഷണ യോഗം. ഈ ചുടായിപ്പൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കല്ലാതെ മറ്റൊരു മൃഗത്തിനും ഒരു സംരക്ഷണവും ഈ കാട്ടിലുണ്ടാകില്ല.